വയനാട് തിരുനെല്ലി തൃശ്ശിലേരി ക്ഷേത്രങ്ങളുടെ സ്ഥിര നിക്ഷേപം തിരികെ നൽകി തിരുനെല്ലി സർവീസ് സഹകരണ ബാങ്ക്. ക്ഷേത്രത്തിൽ ലഭിക്കുന്ന പണം ദൈവത്തിനുള്ളതാണ് എന്നും അത് സഹകരണ ബാങ്കുകളുടെ നിലനിൽപ്പിനായി ഉപയോഗിക്കാൻ പാടില്ലെന്നുമുള്ള സുപ്രീം കോടതി വിധിക്ക് പിന്നാലെയാണ് നടപടി. നിക്ഷേപം ദേശസാൽകൃത ബാങ്കുകളിലേക്ക് മാറ്റണമെന്നായിരുന്നു സുപ്രീം കോടതി ഉത്തരവ്. എം കമൽ ചേരുന്ന വിവരങ്ങളുമായി. കമൽ, അക്കാര്യം എന്തായാലും നന്നായി. ഒരു ഉത്തരവിനെ തുടർന്ന് തിരിച്ചു നൽകി എന്നതല്ലേ? വിശദാംശങ്ങൾ എന്താണ്? മോത്തി, തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെയും തൃശ്ശേരി ക്ഷേത്രത്തിൻ്റെയും പണം എത്രയോ വർഷങ്ങളായി തിരുനെല്ലി സഹകരണ ബാങ്കിലാണ് നിക്ഷേപിച്ചിരുന്നത്. ഈ ബാങ്ക് നിലവിൽ വന്നത് മുതൽ അങ്ങനെയായിരുന്നു. പിന്നീട് ഈ ഹൈക്കോടതിയാണ് ഇത്തരത്തിൽ സഹകരണ ബാങ്കുകളിൽ ഈ ക്ഷേത്രങ്ങളുടെ പണം നിക്ഷേപിക്കാൻ പാടില്ല എന്നൊരു ഉത്തരവ് നൽകിയത്. അപ്പോൾ തന്നെ 17 കോടിയിൽ 9 കോടി രൂപയോളം ബാങ്ക് ക്ഷേത്രങ്ങൾക്ക് തിരികെ നൽകി. ബാക്കി തുക തിരികെ നൽകാൻ സാവകാശം വേണമെന്ന് ആവശ്യപ്പെട്ടാണ് സുപ്രീം കോടതിയെ അടക്കം സമീപിച്ചത്. പക്ഷേ ബാങ്കിൻ്റെ ആവശ്യം സുപ്രീം കോടതി തള്ളുകയായിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ പണം തിരികെ നൽകണം, അതിനൊരു സമയപരിധിയും സുപ്രീം കോടതി സമയപരിധി നിശ്ചയിച്ചിരുന്നു. പക്ഷേ അതിനുള്ളിൽ തന്നെ ബാങ്ക് ആ ബാക്കി പണവും കൂടി ഇപ്പോൾ 17 കോടി രൂപയും ബാങ്ക് തിരികെ നൽകി കഴിഞ്ഞു. ഈ 2 ക്ഷേത്രങ്ങളുടെയും അത് ഇനി ദേശസാൽകൃത ബാങ്കിൽ നിക്ഷേപിക്കാം. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം പ്രധാന നിക്ഷേപം ഈ 2 ക്ഷേത്രങ്ങളുടേതായിരുന്നു. പക്ഷേ എങ്കിൽ കൂടി സുപ്രീം കോടതിയിൽ നിന്ന് അടക്കം ഉത്തരവ് വന്ന സാഹചര്യത്തിൽ തിരുനെല്ലി സർവീസ് സഹകരണ ബാങ്ക് ആ പണം തിരികെ നൽകുകയായിരുന്നു.